നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടമായ വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിന് കരുതൽ പദ്ധതികൾ ഒരുക്കി മലങ്കര മാർത്തോമ സുറിയാനി സഭ. ദുരന്തത്തിൽ ഭൂമിയും വീടും നഷ്ടമായവർക്ക് 5 സെന്റ് ഭൂമി വീതം സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയാൽ 25 കുടുംബങ്ങൾക്ക് സഭയായി വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത അറിയിച്ചു. പ്രിയ സ്നേഹിതരെ, ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ പുനരധിവാസത്തിനായി മാർത്തോമ സഭയും പദ്ധതികൾ ഒരുക്കുന്നു എന്നറിയിക്കുന്നതിനായി ഞാനിത് ഉപയോഗിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് ആ പ്രദേശത്തെ വീണ്ടെടുക്കേണ്ടതും നമ്മുടെ സഹോദരങ്ങൾക്ക് സ്നേഹ സ്വാതന്ത്ര്യമായി അവരുടെ പുനരുജ്ജീവനത്തിന് സഹകരണം നൽകേണ്ടതും നമ്മളുടെ കൂടെ കടമയാണ് എന്ന് മനസ്സിലാക്കി താഴെ പറയുന്ന പദ്ധതികൾ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കേരള ഗവൺമെന്റിൽ നിന്നും 5 സെന്റ് വീതം സ്ഥലം വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അലോട്ട് ചെയ്തത് കിട്ടിയാൽ 25 വീടെങ്കിലും സഭയായി നിർമ്മിച്ച് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ലഭ്യമാകാതെ വന്നാൽ സഭാ കൗൺസിലിന്റെ ആലോചനയോടുകൂടി നമ്മുടെ മലബാർ പ്രദേശത്തെ സഭയുടെ പേരിലുള്ള ഭൂമിയിൽ അവിടെ വന്ന് പാർക്കുവാൻ താല്പര്യമുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഭൂമി നൽകി ജില്ലാ കളക്ടറുടെ അനുവാദം കിട്ടുന്ന മുറയ്ക്ക് വീട് പണിത് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. പുനരധിവസിപ്പിക്കപ്പെടുന്നവർക്ക് തക്കതായ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനെ സഹായിക്കേണ്ടതും അത്യന്താപേക്ഷിതമായ സംഗതിയാണ്. കച്ചവടം, വിവിധ തൊഴിൽ നേടുന്നതിന് ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങൾ ആദിയായവ ആവശ്യക്കാർക്ക് എത്തിക്കുവാനും ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. ജനങ്ങൾക്ക് വൈദ്യസഹായം ലഭിക്കത്തക്ക വിധം ചുങ്കത്ര മാർത്തോമ ആശുപത്രിയോ മൊബൈൽ ക്ലിനിക്കോ ക്രമീകരിക്കുവാൻ താൽപര്യപ്പെടുന്നു. വയോജനങ്ങൾക്ക് കരുതൽ ആവശ്യമെങ്കിൽ അവർക്ക് സഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ താമസം നൽകാവുന്നതാണ്. ആദിയായ കാര്യങ്ങൾ സഭയായി നിർവഹിക്കുവാൻ താൽപര്യപ്പെടുന്നു. ഇതേ സംബന്ധമായി എല്ലാവരുടെയും നിർദ്ദേശങ്ങളും താൽപര്യങ്ങളും കേൾക്കുന്നതിനും ആഗ്രഹമുണ്ട്. നമ്മുടെ നാടിനുണ്ടായ ഈ വലിയ നഷ്ടത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസം സഫലമാക്കുവാൻ നമുക്ക് യത്നിക്കാം. അതിന് ദൈവം നമ്മയെല്ലാം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സർക്കാർ ഭൂമി ലഭ്യമാകാതെ വന്നാൽ സഭാ കൗൺസിലിന്റെ ആലോചനയോടുകൂടി മലബാർ പ്രദേശത്ത് സഭയുടെ പേരിലുള്ള ഭൂമി അവിടെ വന്ന് പാർക്കുവാൻ താൽപര്യമുള്ള കുടുംബങ്ങൾക്കായി അവരുടെ പേരിൽ നൽകും. ജില്ലാ കളക്ടറുടെ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് അവിടെ സഭയായി വീട് നിർമ്മിക്കും. പുനരധിവസിക്കപ്പെടുന്നവർക്ക് തക്കതായ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനും സഭയായി ക്രമീകരണങ്ങൾ ചെയ്യും. കച്ചവടം, വിവിധ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയവ നടത്തിയിരുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന ഉപകരണങ്ങൾ ലഭ്യമാക്കും. മാതാപിതാക്കൾ നഷ്ടമായ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും സഭയുടെ സ്ഥാപനങ്ങളിലൂടെ സൗകര്യങ്ങൾ ഒരുക്കും. വൈദ്യസഹായം ലഭിക്കത്തക്ക വിധം ചുങ്കത്തറ മാർത്തോമ ആശുപത്രിയിലൂടെയും മൊബൈൽ ക്ലിനിക്കുകളിലൂടെയും സൗകര്യങ്ങൾ ക്രമീകരിക്കും. വയോജനങ്ങൾക്ക് കരുതൽ ആവശ്യമെങ്കിൽ സഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ താമസ സൗകര്യം ഒരുക്കും. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നതിനാൽ ഈ ഉദ്യമത്തിൽ സഭയായി എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മെത്രാപ്പോലീത്ത വ്യക്തമാക്കി. വയനാട്ടിൽ സഭ ഒരുക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ മെത്രാപ്പോലീത്തയുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം മലബാർ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അഭയം പദ്ധതിയുടെയും കാർഡിന്റെയും ചുമതല വഹിക്കുന്നവരും എഞ്ചിനീയറിംഗ് വിഭാഗവും വയനാട്ടിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. സഭയുടെ വയനാട്ടിലെ ചുണ്ടയിൽ, കല്ലുവയൽ ഭൂമിയിലും സംഘം പരിശോധന നടത്തി. അഭയം പദ്ധതി ഭവന നിർമ്മാണ കോർഡിനേറ്റർ റവറന്റ് VS കറിയ, കാർഡ് ഡയറക്ടർ റവറന്റ് മോൻസി വർഗീസ്, എഞ്ചിനീയർമാരായ NT ഏബ്രഹാം, മാത്യു തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു ബി ജോൺ, ട്രഷറർ G മോൻ മണലക്കാലായിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ആവശ്യമായ ധനസമാഹരണത്തിനായി ഓഗസ്റ്റ് 11 ഞായർ സഭയായി ഇടവകകളിൽ പ്രത്യേക സ്തോത്രകാഴ്ച ശേഖരിക്കും. വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്രത്യേക സംഭാവനകളും സമാഹരിക്കും. സ്തോത്രകാഴ്ചയും സംഭാവനകളും ഓഗസ്റ്റ് 31 മുൻപ് സഭാ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് മെത്രാപ്പോലീത്ത സർക്കുലറിലൂടെ അറിയിച്ചു. ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ എല്ലാം നഷ്ടമായവരെ കരുതുവാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും ആവശ്യങ്ങളോട് ക്രിയാത്മക
ഫലപ്രദമായി പ്രതികരിക്കാനുമുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മെത്രാപ്പോലീത്ത ഓർമ്മിപ്പിച്ചു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ വൈദിക ശുശ്രൂഷയിൽ നിയോഗിതരാകുന്നവരുടെ കശീശ പട്ടംകൊട ശുശ്രൂഷകൾ വിവിധ ഇടവകകളിലായി നടന്നു. കോഴഞ്ചേരി മാർത്തോമാ പള്ളിയിൽ നടന്ന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികനായി. ശമാശന്മാരായ അജോ വർഗീസ് ഇബ്രഹാം, ഉമ്മൻ പി ഇബ്രഹാം, സാം ജി റോയി എന്നിവർ കശീശ പട്ടം സ്വീകരിച്ചു. കറ്റാനം സെയിന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ നടന്ന പട്ടംകൊട ശുശ്രൂഷയിൽ ഷാലോൺ എം ജോൺ, ആൽവിൻ അലക്സാണ്ടർ എന്നിവർ കശീശമാരായി. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. എലക്കോട് ബഥേൽ മാർത്തോമാ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് റോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷമാഷ് സാം ജോസ് കശീശ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. മുഖത്തല മാർത്തോമാ പള്ളിയിൽ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയും കലയപുരം പള്ളിയിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയും ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികരായി. ഷമാശന്മാരായ മിഥുൻ കെ ചാക്കോ, ജോബിൻ ജോർജ്, ബി ജോമോൻ, ബ്ലെസൻ സാം ഫിലിപ്പ് എന്നിവർ കശീശമാരായി നിയോഗിതരായി. ഫോർട്ട് കൊച്ചി സെയിന്റ് ജോർജ് മാർത്തോമാ പള്ളിയിൽ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സേഫാനോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷയിൽ ഷമാഷ് മോൻ സി ടി മോനസൻ കശീശയായി ശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായി. കശീശ പട്ടംകൊട ശുശ്രൂഷകൾ 28-ന് സമാപിക്കും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡലം സെപ്റ്റംബർ 17 മുതൽ 20 വരെ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തും. ഭരണഘടനാ ഭേദഗതികൾക്കായുള്ള സ്പെഷ്യൽ മണ്ഡലവും ചേരും. മാനവസേവാ അവാർഡ് ഉൾപ്പെടെ വിവിധ അവാർഡുകളും സമ്മാനിക്കും. പ്രതിനിധി മണ്ഡലത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ അറിയിച്ചു. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വയനാട് ഉരുൾപൊട്ടലിന്റെ ദുരിതം പേറുന്ന ആളുകൾക്ക് സഹായമായി ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. യുവജന സഖ്യത്തിന്റെ കേരളത്തിലുള്ള ശാഖകളുടെയും വിവിധ സെന്ററുകളുടെയും ഭദ്രാസനങ്ങളുടെയും നേതൃത്വത്തിൽ സമാഹരിച്ച് 10 ലക്ഷത്തോളം വില വരുന്ന നിത്യോപയോഗ സാധനങ്ങളാണ് യുവജന സഖ്യം സൊസൈറ്റി ഫോർ ഡെവലപ്മെന്റ് ആക്ഷൻസിന്റെ ഏകോപനത്തിൽ വടുവൻചാലിലുള്ള മാർത്തോമാ സെന്ററിൽ എത്തിച്ചത്. സഖ്യം വൈസ് പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ ഇബ്രഹാം സി പുളുന്തിട്ട, ജനറൽ സെക്രട്ടറി റവറന്റ് ബിനോയ് ഡാനിയൽ, ട്രഷറർ സി എ ലിബിൻ മാത്യു, MYSDA ചെയർമാൻ റവറന്റ് ഷാനു വി ഇബ്രഹാം, കൺവീനർ സ്റ്റാൻലി വർഗീസ് സാം എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അവിടെ നടത്തിയ സർവ്വമത പ്രാർത്ഥനയിലും യുവജന സഖ്യം പങ്കുചേർന്നു. ആദരാഞ്ജലി അർപ്പിച്ച് റീത്തും സമർപ്പിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ 135ാമത് വാർഷിക പൊതുയോഗം സെപ്റ്റംബർ 21-ന് ശനിയാഴ്ച രാവിലെ തിരുവല്ല സെയിന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ ചേരുമെന്ന് ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അറിയിച്ചു. വെല്ലുവിളികൾ നിറഞ്ഞ സമകാലീന ലോകത്ത് പ്രവാചക ശുശ്രൂഷ നിർവഹിക്കാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായി ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത. നിരണം മാറാമൺ ഭദ്രാസന വൈദിക സമ്മേളനം കുമളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലീത്ത. നിർമ്മിത ബുദ്ധി, സാംസ്കാരിക വൈവിധ്യം, കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയിലൂടെ ലോകം കടന്നുപോകുമ്പോൾ സഭയുടെ ദൗത്യത്തിൽ പുനർവിചിന്തനം ആവശ്യമാണെന്നും മെത്രാപ്പോലീത്ത കൂട്ടിച്ചേർത്തു. വികാരി ജനറൽ വെരി റവറന്റ് ഈശോ മാത്യു അധ്യക്ഷനായിരുന്നു. സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, ഭദ്രാസന സെക്രട്ടറി റവറന്റ് മാത്യു സെ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ എന്നിവർ സംസാരിച്ചു. മാർത്തോമാ ചർച്ച് മിഷൻ ആൻഡ് എക്ലീസിയ എന്ന വിഷയത്തിൽ പഠനങ്ങളും ചർച്ചകളും നടന്നു. റവറന്റ് ഡോക്ടർ കെ സി വർഗീസ് നേതൃത്വം നൽകി. റവറന്റ് റെൻസി തോമസ് ജോർജ് വേദ പഠനം നയിച്ചു. വിശുദ്ധ കുർബാനയോടെ സമാപിച്ചു. മെത്രാപ്പോലീത്തയും വികാരി ജനറൽമാരും പങ്കെടുത്തു. റവറന്റ് തോമസ് ഫിലിപ്പ് മുഖ്യ കാർമ്മികനായി. ഡൽഹി ഭദ്രാസന വൈദിക സമ്മേളനം വിശാഖപട്ടണത്ത് സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. വിശാഖപട്ടണം ആർച്ച് ബിഷപ്പ് റവറന്റ് പ്രകാശ് മല്ലവരപ്പ് ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സാം ഇബ്രഹാം, ബിഷപ്പ് സെക്രട്ടറി റവറന്റ് ഡാനിയൽ തോമസ്, ക്ലർജി കോൺഫറൻസ് കൺവീനർ റവറന്റ് ബ്ലെസൻ ഫിലിപ്പ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. വികാരി ജനറൽ വെരി റവറന്റ് ഡോക്ടർ ജേക്കബ് പി തോമസ് വിഷയ അവതരണത്തിനും റവറന്റ് റോബിൻ റോയ് ബൈബിൾ സ്റ്റഡിക്കും നേതൃത്വം നൽകി.
സുവിശേഷക സേവികാ സംഘത്തിന്റെ ഈ കൊല്ലത്തെ സംഘദിനം വർണ്ണാഭമാവുക ഈ ഗാനത്തിലൂടെയാകും. കേന്ദ്രതലം മുതൽ ശാഖകൾ വരെ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിലും പ്രത്യേക പരിപാടികളിലും സ്ത്രീകളുടെ ഗായക സംഘങ്ങൾ ഈ പുതുമയാർന്നതും വ്യത്യസ്തവുമായ ഗാനം ആലപിക്കും. സെപ്റ്റംബർ 8 ആരാധനാ മധ്യേ എല്ലാ പള്ളികളിലും ഈ ഗാനം കേൾക്കാം. സേവികാ സംഘം നേതൃത്വത്തിൽ വനിതാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലൂടെയാണ് ഈ ഗാനം ജന്മം കൊണ്ടത്. ഈ കൂട്ടായ്മയിൽ സ്ത്രീകൾ തന്നെ രചിച്ച് ഈണം പകർന്ന ഗാനം സേവികാ സംഘം കേന്ദ്ര കലാമേളയിൽ സംഗീതത്തിന് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവരെ ഉൾപ്പെടുത്തിയ ഗായക സംഘമാണ് ആലപിച്ചതെന്ന് ജനറൽ സെക്രട്ടറി റേച്ചൽ ജോർജ് അറിയിച്ചു. സംഘം പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, സന്തോഷ് ജോർജ് ജോസഫ്, സ്മിത മെറൻ തോമസ്, നവീൻ നൈനാൻ ജോൺ, റവറൻ ജോബിൻ തോമസ് ജെയിംസ് എന്നിവരും ഗാന രൂപീകരണത്തിന്റെ ഭാഗമായി. മാർത്തോമ സുവിശേഷ സേവികാ സംഘം 2024 സേവികാ സംഘ ദിനഗാനം രചിച്ചതും ഈണം നൽകിയതും ആലാപനം നടത്തിയതും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വിധത്തിലാണ്. വനിതാ മന്ദിരത്തിൽ ക്രമീകരിച്ച മ്യൂസിക് വർക്ക്ഷോപ്പിൽ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള സേവികാ സംഘാംഗങ്ങൾ ഒത്തുചേർന്ന് ഗാന രചന നടത്തുകയും അതിൻ്റെ ഈണം ചിട്ടപ്പെടുത്തുകയും ചെയ്തു. മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അസംബ്ലി 13.5 കോടി രൂപ മുടക്കി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ചുങ്കത്തറയിൽ ചേർന്ന ഭദ്രാസന അസംബ്ലി തീരുമാനിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഭദ്രാസന ട്രഷറർ കൊച്ചുമാമൻ ബജറ്റ് അവതരിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസത്തിനായി 60 ലക്ഷം മുടക്കി കോട്ടുപാടത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കും. കാസർഗോഡ് കേന്ദ്രമാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിർമ്മിക്കുന്നതിനായി 2.5 കോടി രൂപയും ഭാഗ്യസ്മരണീയനായ ഈശോ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സ്മാരക ധ്യാന കേന്ദ്ര നിർമ്മാണത്തിനായി 1.25 കോടി രൂപയും ചെലവഴിക്കും. ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോൺ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ മാർത്തോമ അവാർഡുകൾ ചലച്ചിത്ര നടൻ ജോയ് മാത്യുവിനും സാഹിത്യകാരൻ ഐസക് ഈപ്പനും സമ്മാനിച്ചു. കോഴിക്കോട് സെയിന്റ് പോൾസ് മാർത്തോമ ഇടവക അംഗങ്ങളാണ് ഇരുവരും. നവാഗത പ്രതിഭകൾക്കുള്ള പ്രത്യേക പുരസ്കാരത്തിന് ആദിത്യ രാജും ആഷിഷ് ബിന്നിയും അർഹരായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അവാർഡുകൾ സമ്മാനിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD നേടിയ ഡോക്ടർ സ്നേഹ മാത്യു, ഡോക്ടർ റിയ മേരി റോയ്, ഡോക്ടർ രശ്മി റോജസ്, ഡോക്ടർ അനിത മേരി സോമൻ, ഡോക്ടർ ഐറിൻ മറിയം റോയ് എന്നിവർക്കും യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കിയ CS ഷാരോൺ, ഹന പി ഡെന്നി എന്നിവർക്കും SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 60ഓളം കുട്ടികൾക്കും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോൺ, ട്രഷറർ കൊച്ചുമാമൻ എന്നിവർ പ്രസംഗിച്ചു. ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യശാസ്ത്രത്തിൽ 13 ആഴ്ച നീളുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരുക്കുന്നു. സെപ്റ്റംബർ 5 മുതൽ ഡിസംബർ 5 വരെയാണ് കോഴ്സ്. ഓഗസ്റ്റ് 24 മുൻപായി രജിസ്റ്റർ ചെയ്യണം. വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും മാർത്തോമ സഭയുടെയും പ്രവർത്തനങ്ങൾ അനുകരണീയമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പെരുമ്പാവൂർ കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. രാജ്യ പുരോഗതിയെ ലക്ഷ്യം വെച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സഭയെയും ശതാബ്ദിയിലെത്തിയ സ്കൂളിനെ നയിച്ച അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഗവർണർ അഭിനന്ദിച്ചു. ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA, ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ റവറൻ സൈമൺ കുര്യൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ തോമസ് കെ പോൾ, മാനേജർ കുറുവിള മാത്യു, പ്രിൻസിപ്പൽ G ബിജു, പ്രധാന അധ്യാപിക മിനി തോമസ്, PTA പ്രസിഡന്റ് അബൂബക്കർ പോഞ്ഞാശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സ്മരണിക കൽഹാരയുടെ പ്രകാശനവും ഗവർണർ നിർവഹിച്ചു. 1 കോടിയോളം രൂപ മുടക്കി 2 നിലകളിലായി 5400 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ കൂദാശ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നേരത്തെ നിർവഹിച്ചിരുന്നു. ഐരൂർ ചെറുകോൽപ്പുഴ സെഹിയോൻ മാർത്തോമ ഇടവകയുടെ നവീകരിച്ച കലാലയം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം
ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത നിർവഹിച്ചു. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA സുവനീർ പ്രകാശനം ചെയ്തു. വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സാറ തോമസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിക്രമൻ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രസാദ്, റവറന്റ് VJ മാത്യു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാംകുട്ടി അയ്യക്കാവിൽ, വാർഡ് മെമ്പർ KT സുബിൻ, ഭദ്രാസന സെക്രട്ടറി റവറന്റ് തോമസ് കോശി, റവറന്റ് സന്തോഷ് തോമസ്, റവറന്റ് തോമസ് C അലക്സാണ്ടർ, റവറന്റ് ജിതൻ മാത്യൂസ്, ഫാദർ ഷൈൻ ജേക്കബ്, NSS കരയോഗം പ്രസിഡന്റ് പ്രസാദ് കൈലാത്ത്, ഇടവക വൈസ് പ്രസിഡന്റ് KA വർഗീസ്, സെക്രട്ടറി വർഗീസ് തോമസ് എന്നിവർ സംസാരിച്ചു. മാർത്തോമ സഭ ഓഫീസ് പ്രവർത്തനം പുതിയ സഭാ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ പ്രാർത്ഥനയോടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ യുയാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, എപ്പിസ്കോപ്പമാർ, സീനിയർ വികാരി ജനറൽ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റവറൻ EBT മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസൽ സക്കറിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, സഭാ കൌൺസിൽ അംഗങ്ങൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്തയുടെ 132ാം ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മണ്ണന്തല JMM സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മേഖലയിലെ വിവിധ സഭാ വിഭാഗങ്ങളിലുള്ള പട്ടക്കാരും മേൽപ്പട്ടക്കാരും പങ്കെടുത്ത എക്യൂമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. കണ്ണൻമൂല കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഡേവിഡ് ജോയ് മുഖ്യ സന്ദേശം നൽകി. സ്റ്റഡി സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ റവറൻ ഷിബു ഓപ്ലാവില, ട്രഷറർ എബ്രഹാം ഷെറിയാൻ എന്നിവർ സംസാരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തിരുവനന്തപുരം ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, വെരി റവറൻ സാം കാഞ്ഞിക്കൽ കോർ എപ്പിസ്കോപ്പ, വെരി റവറൻ എബ്രഹാം സാമുവൽ, റവറൻ ഡോക്ടർ ഐബ് ജോസഫ് തുടങ്ങിയവർ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്തയെ അനുസ്മരിച്ച് സംസാരിച്ചു. കുവൈറ്റ് സാൽമിയ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഹോംലാൻഡ് ഫെലോഷിപ്പും പ്രകൃതി പഠനയാത്രയും നടന്നു. ആങ്ങമൂഴി മാർത്തോമ റിട്രീറ്റ് സെന്ററിൽ നടന്ന സമ്മേളനം നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്റർ ഡയറക്ടർ ഫാദർ ഷൈജു മാത്യു ഉദ്ഘാടനം ചെയ്തു. മുൻ വികാരി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ ദയാൽ ധ്യാനത്തിന് നേതൃത്വം നൽകി. റവറൻ സണ്ണി തോമസ്, റവറൻ ബോബി മാത്യു, റവറൻ ബിനു ചെറിയാൻ, റവറൻ TT യോഹന്നാൻ, എബ്രഹാം വർഗീസ്, ജേക്കബ് മാത്യു C, അലക്സാണ്ടർ വൈദ്യൻ, മേഴ്സി സണ്ണി എന്നിവർ പ്രസംഗിച്ചു. പ്രകൃതി പഠനയാത്രയുടെ ഭാഗമായി വനമേഖലകൾ സന്ദർശിച്ചു. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 22, 23 തീയതികളിൽ ഒരുക്കുന്ന സമ്മേളനങ്ങളോടെ സമാപിക്കും. സംഘത്തിന് ജന്മം നൽകിയ അയിരൂർ ചായൽ മാർത്തോമ പള്ളിയിൽ 22 വൈകുന്നേരം 6:30 ഉണർവ് കൺവെൻഷനും 23 രാവിലെ 7:30 വിശുദ്ധ കുർബാനയും 10:30 സമാപന സമ്മേളനവും ചേരും. സമ്മേളനത്തിന്റെ അനുഗ്രഹത്തിനായി 16 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെ സഭയുടെ എല്ലാ പള്ളികളിലും ചെയിൻ പ്രയർ സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി റവറൻ PC ജെയിംസ് അറിയിച്ചു. 21 എല്ലാ ഭവനങ്ങളിലും രാവിലെ 9 മുതൽ 9:30 വരെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചുകൂടി പ്രത്യേക പ്രാർത്ഥന ക്രമീകരിക്കണം. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.